ഇത് വളരെ ശക്തമായ പ്രതിഷേധമാണ്. അത് ഇവിടെ മാത്രമല്ല, ദേശീയ തലത്തിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ തെരുവുകളിലും ഇതുപോലെ ഡോക്ടർമാർ സമരത്തിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡോക്ടർമാരുടെ സമരം എന്ന നിലയിലേക്ക് ചുരുങ്ങി പോകുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടർ സമൂഹത്തിനോടൊപ്പം തന്നെ ഇവിടുത്തെ ശ്രീചിത്രയിലുള്ള ബയോമെഡിക്കൽ വിങ്ങും പബ്ലിക് ഹെൽത്തിൻ്റെ വിദ്യാർത്ഥികളും എല്ലാം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മൊത്തത്തിലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊരു ഡോക്ടർമാരുടെ ഇടയിൽ നടന്ന എന്തോ ഒരു പ്രശ്നം മാത്രമല്ല, ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സാധാരണ പെൺകുട്ടി അതിക്രൂരമായ അവളുടെ ജോലി സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടും ഒരു പൊതുസമൂഹം അതിനെതിരെ കണ്ണടച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു മുമ്പുണ്ടായതുപോലെ ഒരു നിർഭയ അല്ലെങ്കിൽ ഒരു സൗമ്യ കേസ് പോലെ ഒരു ദേശീയ തലത്തിൽ ഒരു സാധാരണക്കാരുടെ ഇടയിൽ അതിനൊരു പ്രസക്തി ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വലിയ പ്രൊട്ടസ്റ്റിലേക്ക് നമുക്ക് നീങ്ങേണ്ടി വരുന്നത്. ഈ പ്രൊട്ടസ്റ്റിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്ന് പറയുന്നത് ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്റ്റാണ്. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുന്നതിൽ നിന്നും ഒരു 2019 ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ട് ഇത്ര നാളായിട്ടും ഗവൺമെൻറ്റിന് അത് ലോക്സഭയിൽ ടേബിൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യേക ലെജിസ്ലേച്ചർ മെഡിക്കൽ പ്രൊഫഷണൽസിന് ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് പോകുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഏറ്റവും പ്രധാനമായുള്ളത്. അതുപോലെ തന്നെ RG-Kar മെഡിക്കൽ കോളേജിൽ അവിടുത്തെ വെസ്റ്റ് ബംഗാൾ ഡോക്ടേഴ്സ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഒരു 48 മണിക്കൂറിനുള്ളിൽ CBI അന്വേഷണത്തിലൂടെ ഈ കൾപ്രിറ്റുകളെ കണ്ടെത്തണം, അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം. അതുപോലെ തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ ഇതെങ്ങനെയെങ്കിലും മൂടിവെക്കാൻ ശ്രമിച്ച അധികൃതർ ഇതൊരു ആത്മഹത്യയാണെന്നും ആൾക്ക് മനോരോഗമാണ്, ഈ ഒരു എന്തുകൊണ്ട് ആൾ ആ സമയത്ത് അവിടെ പോയി, ആളുടെ ഉദ്ദേശം ശരിയല്ലായിരുന്നു എന്നൊക്കെ വാദിച്ച ഇത്ര ക്രൂരമായ രീതിയിൽ സംസാരിക്കാൻ സാധിച്ച അധികൃതർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക. അവരെ ഒരു ലീവിൽ വിട്ട് അവർക്കൊരു വെക്കേഷൻ ആസ്വദിക്കാനുള്ള സമയം കൊടുക്കുകയല്ല, പകരം അവർക്ക് കൃത്യമായ നടപടിയെടുത്ത് അവരുടെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ഇല്ല, ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തത് ഒരു സ്കേപ്പ് ഗോട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് CBI ആണ്. അതിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. അത് ഇത് കേരളത്തിലെ കാര്യം മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതൊരു ദേശീയ വ്യാപകമായ പ്രശ്നമാണ്. അതിലൊരു കേന്ദ്ര ഗവൺമെൻറ് ഒരു 2019 പാസ്സായ ഒരു ബില്ല് ടേബിൾ ചെയ്യപ്പെടാൻ ഇപ്പോഴും സമയമെടുക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ദേശീയ വ്യാപകമായി ആവശ്യമുള്ള ഒരു ബില്ലാണിത്. അതിൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഈ ഒരു ഡോക്ടർ വന്ദനാദാസിൻ്റെ ഒരു ഇഷ്യൂ വരുന്നു. അപ്പോഴും ഒരു ഇര വേണ്ടി വരുന്നു ഇങ്ങനൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ. കഴിഞ്ഞൊരു വർഷത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോഴും പലതും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൃത്യമായ സെക്യൂരിറ്റി ഓഡിറ്റുകൾ നടക്കുമെന്ന് കൃത്യമായ ഉറപ്പുകൾ നമുക്ക് മന്ത്രിസഭാ തലത്തിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള നീക്കങ്ങൾ ഉടനെ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ ഹെൽത്ത് മിനിസ്റ്ററുമായി നമുക്ക് ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. അതെ ഉണ്ടാവണം. അതെ, തീർച്ചയായിട്ടും അതെ. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി അതിനൊരു ഡ്രാഫ്റ്റഡ് ബില്ലുണ്ട്. ആ ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ലെജിസ്ലേച്ചറിൻ്റെ ആവശ്യമില്ല എന്നാണ് കഴിഞ്ഞ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ അവകാശപ്പെട്ടത്. അങ്ങനെ ഒരു പ്രത്യേക ലെജിസ്ലേച്ചർ മെഡിക്കൽ പ്രൊഫഷണലിന് മാത്രമായിട്ട് ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്കറിയാം, ഒരു പൊതുസമൂഹവുമായി ഇത്ര ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു വിഭാഗമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പല ഇൻസിഡൻറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരു കാഷ്വാലിറ്റിയിൽ ഒരു രാത്രി ഒരു 6 മണിക്ക് ശേഷവും 7 മണിക്ക് ശേഷവും എത്രയോ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളാണ് വരുന്നതെന്നും എത്രയോ തരം പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഓരോ കാഷ്വാലിറ്റിയിലും ഉണ്ടാകുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ലെജിസ്ലേച്ചർ ആവശ്യമാണ് എന്നുള്ളത് ഇവർ എന്തുകൊണ്ട് മറന്നു പോകുന്നു എന്ന് എനിക്കറിയില്ല. അതെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനുശേഷം ഇനിയിപ്പം എങ്ങനെയാണത് പ്രോഗ്രസ് ചെയ്യുന്നത്, അവിടെ വെസ്റ്റ് ബംഗാളിലെ സിറ്റുവേഷൻ എങ്ങനെയാണ്, സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ടിനെതിരെ നമ്മുടെ ഒരു ദേശീയ തലത്തിലുള്ള ആളുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ടാവുക. ഇന്ന് OPയും വാർഡുകളും എലക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും ബഹിഷ്കരിച്ചുകൊണ്ടാണ് റെസിഡന്റ് ഡോക്ടർമാർ സമരം ചെയ്യുന്നത്. നാളെ ഇതിനോടനുകൂലിച്ച് IMAൻ്റെ ഒരു ദേശീയ തലത്തിലൊരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനൊരു നീക്കം IMA നടത്തിയത് ഞങ്ങൾ സ്വാഗതാർഹമാണ്. ഞങ്ങൾ PG ഡോക്ടേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG അസോസിയേഷൻ, ഹൗസ് സർജൻസ് അസോസിയേഷൻ, ഇവിടുത്തെ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടുത്തെ ഡോക്ടേഴ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ അവിടുത്തെ ബയോമെഡിക്കൽ വിങ്, പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ RCC, ഇവിടുത്തെ ദന്തൽ കോളേജ്, അവിടുത്തെ റെസിഡൻറ്റ് ഡോക്ടേഴ്സും ഹൗസ് സർജൻസും, ഇത്രയും ആളുകളാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്.